ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ രാത്രിയിൽ കർത്താവിന്റെ പാദപീഠത്തിൽ സൂം മീറ്റിങ്ങിനായി കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് സഹായിച്ചല്ലോ. സൂമിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ളതായ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനവുമായിട്ട് നമ്മളായിരിക്കുമ്പോൾ അത് മനസ്സിലാക്കേണ്ടതുപോലെ കേൾക്കേണ്ടതുപോലെ കേൾക്കുവാനും ഗ്രഹിക്കേണ്ടതുപോലെ ഗ്രഹിപ്പാനും പ്രാർത്ഥനയോടെ നമുക്ക് ദൈവപാദപീഠത്തിലായിരിക്കാം. എളിയവനെയും ഓർത്ത് പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ സ്തോത്രം. സംസാരിക്കേണ്ടതുപോലെ സംസാരിപ്പാൻ ദൈവത്തിന്റെ കൃപ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ആകയാൽ ദൈവകൃപ പകരപ്പെടേണ്ടതിന് നിങ്ങളുടെ പ്രാർത്ഥനയെ വീണ്ടും ക്ഷണിക്കുകയാണ്. സ്ക്രീൻ നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ കരുതുന്നു. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ആഴ്ചയിൽ നാം 9 ബാധകൾ ഫിനിഷ് ചെയ്യുവാനായിട്ടിടയായി. 10ാമത്തെ ബാധ യഹോവയായ ദൈവം അയക്കുന്നതിന് മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു വിഷയം കർത്താവ് അവരോട് ആവശ്യപ്പെടുകയാണ്. എന്താണ് എന്ന് ചോദിച്ചാൽ, ഇനിയും അയക്കുവാനിരിക്കുന്നതായ ബാധയിൽ നിന്ന് വിടുതൽ പ്രാപിക്കേണ്ടതിനു വേണ്ടി ഇസ്രായേൽ മക്കൾ ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാണ് യഹോവയായ ദൈവം മോശ മുഖാന്തരം അവരെ അറിയിക്കുന്നത്. കഴിഞ്ഞ 9 ബാധയിലും അവർക്കൊന്നും ചെയ്യേണ്ടതില്ലായിരുന്നു. അവർക്ക് സ്വയരക്ഷയ്ക്കുള്ളത് ദൈവം അവർക്ക് വേണ്ടി കരുതി. ബാധയൊന്നും അവർ താമസിക്കുന്നതായ ഗോശൻ ദേശത്ത് കടന്നു വരാതെ വണ്ണം ദൈവത്തിന്റെ പ്രത്യേകമായ സംരക്ഷണയും വലിയ കാവലും ആ ദേശത്തിന് ചുറ്റുമുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ 10ാമത്തെ ബാധ ഇസ്രായേൽ ജനത്തിന്റെ വിടുതലിന് കാരണമായി തീരുന്നതായ 10ാമത്തെ ബാധ, ആ ബാധയിൽ ഇസ്രായേൽ ജനം അകപ്പെട്ടു പോകാതിരിക്കേണ്ടതിന്, അവരുടെ ഒരു കുടുംബം പോലും അതുമൂലം വേദനപ്പെടാതിരിക്കേണ്ടതിന് യഹോവയായ ദൈവം അവരോട് പറഞ്ഞത്, നിങ്ങൾ എന്തു ചെയ്യണം? പെസഹ ആചരിക്കാം. യഹോവയായ ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തതായ 7 ഉത്സവങ്ങളെ കുറിച്ച് നാം അടുത്ത പുസ്തകത്തിൽ നാം വിശദമായി അത് പഠിക്കും. ലേവ്യ പുസ്തകത്തിൽ ആ 7 ഉത്സവങ്ങളിൽ ആദ്യത്തെ ഉത്സവം പെസഹ പെരുന്നാളാണ്. നമുക്ക് വേദപുസ്തകത്തിൽ ഏതൊരു വിഷയത്തെക്കുറിച്ച് പഠിക്കേണ്ടതിന് 4 ആധികാരികമായ കാര്യങ്ങൾ യോജിച്ചു വരണം. 4 ആധികാരികമായ കാര്യങ്ങളെ കുറിച്ച് നാം അറിവുള്ളവരായിരിക്കണം. ഇത് 4 ആധികാരികമായിരിക്കുന്നതായ കാര്യങ്ങളും ആ വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് പറയുവാൻ കഴിയുമെങ്കിൽ മാത്രമേ ആ വിഷയം നമുക്ക് മനസ്സിലായി, അല്ലെങ്കിൽ അത് യഥാർത്ഥമായൊരു വിഷയം ആണ് എന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അതിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു, ഒന്നാമത്തത് അതിൻ്റെ ജനസിസ് ആണ്, അല്ലെങ്കിൽ ആ വിഷയം എവിടെയാണ് അത് ആരംഭിച്ചിരിക്കുന്നത്, അതിൻ്റെ ആരംഭത്തിലേക്ക് പോകണം. രണ്ടാമത് വാക്കുകൊണ്ട് ആശയപരമായി അത് അർത്ഥമാക്കുന്നത് എന്താണ് എന്നറിഞ്ഞിരിക്കണം. കാലങ്ങൾ മാറുമ്പോൾ, സംസ്കാരങ്ങൾ മാറുമ്പോൾ വാക്കുകളുടെ യൂസേജിനും വാക്കുകളുടെ അർത്ഥങ്ങൾക്കും വ്യത്യാസം വരുമെന്നുള്ളത് കൊണ്ട് ആരംഭത്തിലുള്ളതായ ആ വാക്ക് ഏത് രീതിയിലാണ്, ഏത് കോണ്ടെക്സ്റ്റിലാണ്, ഏത് അർത്ഥത്തിലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ആ വിഷയത്തിന്റെ ആധികാരികമായി നമുക്ക് പഠനം പൂർത്തീകരിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അതിന് എറ്റിമോളജി എന്നാണ് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത്, ഏതൊരു വിഷയത്തിനും ധാർമ്മികമായ ഒരു പ്രത്യേകത ആ വിഷയത്തിന് കാണും. ആ ധാർമ്മികമായ പ്രത്യേകത അല്ലെങ്കിൽ മൊറാലിറ്റി എന്താണെന്നുള്ള കാര്യം നാം അത് മനസ്സിലാക്കണം. നാലാമത് അതിൻ്റെ ഫലം എന്താണ്, അല്ലെങ്കിൽ അത് നമ്മളെ എവിടേക്കാണ് നയിക്കുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. നാലാമത്തെ വിഷയം എന്ന് പറയുന്നത് ഡെസ്റ്റിനിയാണ്. ഇനി നമ്മൾ പെസഹായുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, പെസഹായുടെ ഉൽപ്പത്തി എന്ന് പറയുന്നത് നമുക്കറിയാം. പാസ് ഓവർ വാസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് വെൻ ഗോഡ് ഡെലിവേർഡ് ഇസ്രായേൽ ഫ്രം സ്ലേവറി
ഇൻ ഈജിപ്റ്റ്. അത് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 1 മുതൽ 14 വരെയുള്ളതായ ഭാഗമാണ് അതിന്റെ ആരംഭം എന്ന് പറയുന്നത്. ആൻഡ് ജെനിസിസ്, പെസഹായുടെ ആരംഭം അല്ലെങ്കിൽ പെസഹായുടെ ഉൽപ്പത്തി എന്ന് പറയുന്നത് എവിടെയാണ്? അത് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയത്തില്ല. അതിനെക്കുറിച്ചൊരു പരാമർശമോ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്നുള്ള ഒരു ഹിന്റോ നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ എങ്ങും കാണുവാൻ കഴിയത്തില്ല. അബ്രഹാം വരെയുള്ളതായ 2000 വർഷത്തെ കാലമായാലും അബ്രഹാമിന് ശേഷമുള്ളതായ ഏതാണ്ട് 400 വർഷത്തെ പിരീഡായാലും ഏതാണ്ട് 2400 വർഷത്തെ ചരിത്രം നമുക്ക് പുറപ്പാട് പുസ്തകം വരെയുള്ളതായ പുസ്തകം വെച്ച് കവർ ചെയ്യാൻ കഴിയും. ഈ 2400 വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും യഹോവയായ ദൈവം പെസഹായുടെ കാര്യത്തെക്കുറിച്ച് ജനവുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടില്ല. ജനത്തോട് അതിനെക്കുറിച്ചൊരു ഹിന്റ് പോലും കൊടുത്തിട്ടില്ല. എന്നാൽ അവർക്ക് 10ാമത്തെ ബാധയിൽ നിന്ന് വിടുവിക്കപ്പെടേണ്ടതായ സന്ദർഭം വന്നപ്പോ കർത്താവ് അത് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാൻ, അത് സ്ഥാപിക്കാനായിട്ടിടയായിട്ട് തീർന്നു. അതിന്റെ ആരംഭം എവിടെയാണ്? പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലാണ് അത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇനി അതിന്റെ അർത്ഥം അല്ലെങ്കിൽ എറ്റിമോളജി എന്ന് പറഞ്ഞാൽ, പാസ് ഓവർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? പാസ് ഓവർ റെഫറിംഗ് ടു ദി ഏഞ്ചൽ ഓഫ് ഡിസ്ട്രക്ഷൻ പാസിംഗ് ഓവർ ദ ഹൗസസ് മാർക്ഡ് വിത്ത് ദി ബ്ലഡ് ഓഫ് ദ ലാം. കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നതായ ഭവനങ്ങളെ വിട്ടുപോകുക എന്നുള്ളതാണ് പാസ് ഓവർ എന്നുള്ളതായ വാക്കിന്റെ അർത്ഥം. മറ്റു വാക്കിൽ പറഞ്ഞാൽ വിട്ടുപോരുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ വിട്ടുമാറുക എന്നുള്ളതാണ് വാക്കിന്റെ അർത്ഥം. പാസ് ഓവർ എന്താണ് വിട്ടുമാറിയത്, അല്ലെങ്കിൽ എന്തിൽ നിന്നാണ് അവർ വിട്ടുപോകുന്നത്? മിസ്രൈമിൽ നിന്നുള്ളതായ ഒരു പൂർണ്ണമായ വിട്ടുപോരൽ. മാത്രമല്ല, അവരെ നശിപ്പിക്കുവാൻ കടന്നു വന്നതായ സംഹാരദൂതൻ അവരെ വിട്ട് മാറിപ്പോകുന്നതായ അനുഭവം. അതാണ് പാസ് ഓവർ അല്ലെങ്കിൽ പെസഹ എന്നതായ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത് അന്നും ഇന്നും അതേ അർത്ഥത്തിൽ മാത്രമേ ഉപയോഗിക്കാൻ കഴിയത്തുള്ളൂ. കാലങ്ങൾ മാറിയത് കൊണ്ടോ, ഭാഷകൾ മാറിയത് കൊണ്ടോ, സംസ്കാരം മാറിയത് കൊണ്ടോ അതിന് വ്യത്യാസം വരുന്നില്ല എന്ന് നമ്മൾ ഓർക്കണം. അപ്പൊ അതിന്റെ എറ്റിമോളജി അല്ലെങ്കിൽ അർത്ഥം എന്ന് പറയുന്നത് വിട്ടുപോരുക എന്നുള്ളതാണ്. അത് മൂന്നാമത് അതിന്റെ മോറൽ സിഗ്നിഫിക്കൻസ് ആണ്. എന്ന് പറഞ്ഞാൽ ധാർമ്മികമായ അതിന്റെ പ്രത്യേകത. അതെന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലതും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. ഒരു വീണ്ടെടുപ്പിലേക്കാണ്, അല്ലെങ്കിൽ അതിന്റെ ധാർമ്മികമായ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് അടിമത്തത്തിൽ നൂറ്റാണ്ടുകൾ അമർന്നു കിടന്നതായ ഒരു ജനവിഭാഗം, ആ അടിമത്തത്തിന്റെ കയ്പുനീർ പച്ചയോടെ കുടിച്ചതായ ഒരു വലിയ ജനസമൂഹം, അതിൽ നിന്ന് ഒരൊറ്റ രാത്രി കൊണ്ട് വിട്ടുപോരുക, അല്ലെങ്കിൽ അവര് അതിൽ നിന്നുള്ളതായ ഒരു റിഡംഷൻ, ഒരു വീണ്ടെടുപ്പ് അവർക്കത് നേടിയെടുക്കുകയാണ്. അതാണ് അതിന്റെ ധാർമ്മികമായ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനിയും നാലാമത് അതിന്റെ ഡെസ്റ്റിനി എന്താണ്? അതിന്റെ ഡെസ്റ്റിനി എന്ന് പറയുന്നത് ഇറ്റ് ഫോർഷാഡോസ് ക്രൈസ്റ്റ് അവർ പാസ് ഓവർ ലാം ഹു ഡെലിവേഴ്സ് us ഫ്രം സിൻ ആൻഡ് എറ്റേണൽ ഡെത്ത്. കൊരിന്ത്യ ലേഖനം 1 കൊരിന്തി 5-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തുവിനെ കുറിച്ച് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോ അത് എന്തിലേക്കാണ് നയിക്കുന്നത്? 1500 വർഷത്തിന് ശേഷം സംഭവിപ്പാനിരിക്കുന്നതായ ലോകരക്ഷയ്ക്കു വേണ്ടി ദൈവം നിശ്ചയിച്ചുറപ്പിച്ചതായ ഒരു വലിയ യാഗം സംഭവിപ്പാനിരിക്കുന്നു എന്നതിലേക്കുള്ളതായ ചൂണ്ടുവിരലാണ് ആ പെസഹ എന്ന് പറയുന്നത്. ഇസ്രായേൽ ജനത്തിന്റെ ഓരോ കുടുംബത്തിലും സംഭവിക്കാൻ സാധ്യതയുണ്ടായിരുന്നതായ മരണത്തിൽ നിന്ന്
അവർ വിടുവിക്കപ്പെട്ടു പെസഹ മൂലം. ആ പെസഹ അവരെ മരണത്തിൽ നിന്ന് വിടുവിച്ചതുപോലെ 1500 വർഷങ്ങൾക്ക് ശേഷം ദൈവത്തിന്റെ കുഞ്ഞാടായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പെസഹ കുഞ്ഞാടായി അറുക്കപ്പെടുന്നതിലേക്കുള്ളതായ ഒരു ചൂണ്ട് പലകയാണ്. അല്ലെങ്കിൽ അത് നമ്മെ അവർക്ക് കൊടുക്കുന്നതായ ഒരു അടയാളമായിരുന്നു പെസഹ എന്നുള്ളത്. അതിന്റെ ഡെസ്റ്റിനി എന്ന് പറയുന്നത് വരുവാനിരിക്കുന്നതായ ആ യാഗം. അതുകൊണ്ടാണ് പൗലോസ് എബ്രായ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ന്യായപ്രമാണ പ്രകാരം സകലതും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. പാപത്തിന്റെ കറ പിടിച്ച് മ്ലേച്ഛതയുടെ അടിത്തട്ടിൽ കിടന്ന് മരണത്തെ മുഖാമുഖം കണ്ട് ഒരിക്കലും രക്ഷപ്രാപിപ്പാൻ കഴിയത്തില്ല എന്നുള്ള സ്ഥിതിയിലായിരുന്നതായ മാനവജാതിക്ക് വേണ്ടി അവരുടെ പാപത്തിൽ നിന്ന് അവരെ വിടുവിച്ച് പാപത്തിൽ നിന്ന് അവരെ ശുദ്ധീകരിക്കേണ്ടതിന് വേണ്ടി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന് ആ രക്തത്താൽ നമുക്ക് ശുദ്ധീകരണം തന്നു എന്ന് നമ്മെ ഓർപ്പിക്കുന്നതാണ്. അതാണ് അതിന്റെ ഡെസ്റ്റിനി എന്ന് പറയുന്നത്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 1 മുതലുള്ളതായ വാക്യങ്ങൾ, ആ വാക്യങ്ങൾ വായിക്കുന്നതിന്റെ കാരണം അത് വളരെ പ്രധാനപ്പെട്ടതായ ഒരു വിഷയമായതുകൊണ്ടാണ്. യഹോവ മോശയോടും അഹരോനോടും മിസ്രയീം ദേശത്ത് വെച്ച് അരുളിച്ചെയ്തെന്തെന്നാൽ, ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി ആണ്ടിൽ 1-ാം മാസമായിരിക്കണം. അപ്പോ ആണ്ടിന്റെ ആരംഭം, അവരുടെ വർഷത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് പെസഹ ആചരിക്കുന്നതായ ആ മാസമാണ്. ആ മാസം അത് നിങ്ങളുടെ ആ കലണ്ടർ, ഇതുവരെയുള്ളതായ കലണ്ടർ മാറുകയാണ്. ഇതുവരെയുള്ളതായ ജീവിത ശൈലികളെല്ലാം മാറുകയാണ്. ഇതുവരെയുള്ളതായ അവരുടെ ജീവിതത്തിന്റെ ഉദ്ദേശങ്ങളെല്ലാം മാറുകയാണ്. ഇതുവരെയുള്ളതായ ജീവിതത്തിന്റെ കണക്ക് കൂട്ടലുകളെല്ലാം മാറ്റപ്പെടുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഭാവിയെ കുറിച്ച്, ഇന്നത്തെ കുറിച്ച്, നാളെയെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് കലണ്ടറിൻ പ്രകാരമാണ്. ഡേറ്റും സമയവും ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ആ കാര്യങ്ങൾ നിശ്ചയിച്ചുറപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് കാര്യങ്ങളൊക്കെ ലോകപ്രകാരമുള്ളതായ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനും അത് നടത്തിക്കൊണ്ടു പോകാനുമുള്ളതായ ആ ഒരു കലണ്ടറുണ്ട്. അതുവരെ അവരുപയോഗിച്ചിരുന്നതായ കലണ്ടർ എൻ്റർലി മാറ്റാൻ പറയുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യണം? ആ കലണ്ടറിൽ 1-ാമത്തെ മാസമായി നിങ്ങളുടെ കലണ്ടർ മാറ്റപ്പെടണം. ഏതു മാസം? പെസഹ ആചരിക്കുന്ന ആ മാസം 1-ാം മാസമായി അത് നിങ്ങൾ കണക്കാക്കണം. യഹോവ മോശയോടും അഹരോനോടും മിസ്രയീം ദേശത്ത് വെച്ച് അതാണ് അരുളി ചെയ്തത്. 3-ാമത്തെ വാക്യം, നിങ്ങൾ ഇസ്രായേലിന്റെ സർവസംഘത്തോടും പറയേണ്ടത് എന്തെന്നാൽ, ഈ മാസം 10-ാം തീയതി അതത് കുടുംബത്തിന് ഒരാട്ടിൻകുട്ടി വീതം ഓരോരുത്തൻ ഓരോ ആട്ടിൻകുട്ടിയെ എടുക്കണം. അപ്പൊ കലണ്ടർ മാറുക എന്ന് പറയുമ്പോ അവരുടെ ജീവിതചര്യകൾ മാറി, ജീവിതത്തിന്റെ കാൽക്കുലേഷൻ മാറി, നേരത്തെ ഉള്ളതായ കണക്ക് കൂട്ടലുകൾക്കെല്ലാം വ്യത്യാസം വന്നു. അതുവരെ 2 വർഷത്തിന് ശേഷം, 3 വർഷത്തിന് ശേഷം, 10 വർഷത്തിന് ശേഷം ഇന്ന കാര്യങ്ങൾ ചെയ്യും, ഇന്ന നിലയിലെത്തും, ഇന്ന വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കും എന്നൊക്കെ കരുതിയിരുന്നതായ അവരുടെ മുമ്പത്തെ കണക്ക് കൂട്ടലുകളുണ്ടല്ലോ, ആ കണക്ക് കൂട്ടലുകളെല്ലാം എൻ്റർലി മാറ്റപ്പെട്ടു. ഇതാണ് ഒരു ദൈവ പൈതൽ ക്രിസ്തുവിലേക്ക് വരുമ്പോ അവന് സംഭവിക്കുന്നതായ കാര്യം, അവന്റെ ജീവിതചര്യകൾക്ക് എൻ്റർലി മാറ്റം വരണം. അത് മസ്റ്റാണ്. നമ്മള് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. നമ്മുടെ പെസഹ കുഞ്ഞാടായ കർത്താവ് അറുക്കപ്പെട്ടതിന്റെ ഓർമ്മയ്ക്കായി നമ്മളെ രക്ഷിക്കാത്ത, അല്ലെങ്കിൽ അതിന്റെ ഫലമായി നമുക്ക് രക്തത്താളുള്ളതായ ശുദ്ധീകരണം പ്രാപിച്ചു. അതിന്റെ അനുസരണമായിരിക്കുന്നതായ സ്നാനപ്പെട്ടു. ദൈവസഭയിൽ അംഗമായി കഴിയുമ്പോ എന്താ വേണ്ടിയത്? നമ്മുടെ സിസ്റ്റം ഓഫ് ലൈഫ് എന്ന് പറയുന്നത് എൻ്റർലി ചേഞ്ച് ആകണം. അങ്ങനെ ഒരു ചേഞ്ച് വന്നില്ല എങ്കിൽ പെസഹായുടെ നിഴൽ അല്ലെങ്കിൽ പെസഹായുടെ ഫലം ആർക്ക് വന്നില്ല? ഇസ്രായേൽ ജനത്തിന് വന്നില്ല. ഇസ്രായേൽ ജനം കമ്പൽസറി ആയിട്ട് ആ കലണ്ടറിന് തന്നെ മാറ്റം വരുത്തുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതചര്യകൾ, നമ്മുടെ ജീവിത ലക്ഷ്യങ്ങൾ, നമ്മുടെ മുമ്പിലത്തെ സ്വഭാവങ്ങൾ, മുമ്പിലത്തെ സംസാരങ്ങൾ എല്ലാറ്റിനും ഒരു മാറ്റം വരണം. പ്രൈസ് ദി ലോർഡ്. അത് അങ്ങനെ പലതിലേക്ക് തിരിഞ്ഞു പോകുമ്പോ
നമ്മുടെ മനസ്സ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മെ പ്രിക്കയണം, നമ്മെ കുറ്റം വിധിക്കണം, നമുക്ക് പാപബോധം ഉണ്ടാകണം. ഒരു മാനസാന്തരത്തിന്റെ അനുഭവം ഏത് നിമിഷത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആ അനുഭവത്തിലായിരിക്കണം ഒരു ദൈവ പൈതൽ. 4-ാമത്തെ വാക്യം, ആട്ടിൻകുട്ടിയെ തിന്നുവാൻ വീട്ടിലുള്ള എന്താ ചെയ്യേണ്ടത്? ഈ മാസം 1-ാം തീയതി ആ പെസഹ ആചരിക്കുന്നതായ മാസത്തിന്റെ 10-ാം തീയതി എന്ത് ചെയ്യണം? അവരവരുടെ ആട്ടിൻ തൊഴുത്തിലേക്ക് ചെന്നിട്ട് യോഗ്യമായ രീതിയിൽ ഒരു ആട്ടിൻകുട്ടിയെ 10-ാം തീയതി എടുത്ത് തള്ളയുടെ അടുത്ത് നിന്ന് അതിനെ മാറ്റി കെട്ടണം. പിന്നെ ഈ ആട്ടിൻകുട്ടിക്ക് എന്തില്ല? അതിന്റെ തൊഴുത്തിലുള്ളതായ മറ്റാടുകളുമായിട്ടുള്ളതായ സമ്പർക്കം അധികമില്ല, അതുമായിട്ടുള്ളതായ കൂട്ടായ്മ അധികമില്ല. അതിനെ മറ്റൊരു പർപ്പസിനു വേണ്ടി മാറ്റിക്കെട്ടുകയാണ്. അതത് കുടുംബത്തിന് ഒരാട്ടിൻകുട്ടി വീതം ഓരോരുത്തൻ ഓരോ ആട്ടിൻകുട്ടിയെ എടുക്കണം. ആട്ടിൻകുട്ടിയെ തിന്നുവാൻ വീട്ടിലുള്ളവർ പോരായെങ്കിൽ ആളുകളുടെ എണ്ണത്തിനൊത്തവണ്ണം അവനും അവന്റെ വീട്ടിനടുത്ത അയൽക്കാരനും കൂടി അതിനെ എടുക്കണം. ഓരോരുത്തൻ തിന്നുന്നതിന് ഒത്തവണ്ണം കണക്ക് നോക്കി നിങ്ങൾ ആട്ടിൻകുട്ടിയെ എടുക്കണം. 5-ാമത്തെ വാക്യം, ആട്ടിൻകുട്ടി ഊനമില്ലാത്തതായിരിക്കണം, 1 വയസ്സ് പ്രായമുള്ള ആണുമായിരിക്കണം. അത് ചെമ്മരിയാടോ കോലാടോ ആകാം. ഊനമില്ലാത്ത കുഞ്ഞാടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോ തൊഴുത്തിലേക്ക് ചെന്നിട്ട് ഏറ്റവും ബലഹീനമായതിനെ അല്ല തിരഞ്ഞെടുക്കേണ്ടത്, നാളെ ഉപയോഗിക്കാൻ കഴിയത്തില്ല എന്ന് ചിന്തയുള്ളതിനെ അല്ല എടുക്കേണ്ടത്. അതിന്റെ മൂക്ക് മുതൽ വാലറ്റം വരെ പരിശോധിക്കണം. എന്നിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും പോരായ്മ ദൃശ്യമാണെങ്കിൽ അതിനെ എടുക്കരുത്. പെസഹായ്ക്ക് വേണ്ടി നാറ്റിക്കെട്ടിയിരിക്കുന്നതായ ആട്ടിൻകുട്ടിയെ നോക്കുമ്പോ അതിനെന്തുണ്ടായിരിക്കണം? പൂർണ്ണത ഉണ്ടായിരിക്കണം. അതിന് യാതൊരു ഊനവുമില്ലാത്തതായിരിക്കണം. ദൈവസന്നിധാനത്തിൽ കൊണ്ടുവരേണ്ടത് ഏറ്റവും മെച്ചമായിരിക്കണമെന്ന് ഇത് നമ്മെ ഓർപ്പിക്കുകയാണ്. അപ്പോ പാസ്ഓവർ ഈസ് സെലിബ്രേറ്റഡ് ഓൺ ദ 14th day of the first month. അതാണ് നിസാൻ മാസം. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം നമ്മൾ വായിച്ചു. ആ രാത്രിയിൽ അവര് ഏതാണ്ട് 400 വർഷത്തിലധികം പഴക്കമുള്ള അവരുടെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് പോകുകയാണ്. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? യഹോവയായ ദൈവം തുറന്നവരോട് പറയുകയാണ്, അതിന്റെ രക്തം കുറെ എടുത്ത് തങ്ങൾ തിന്നുന്ന വീടുകളുടെ വാതിലിന്റെ കട്ടളക്കാൽമേൽ 2-ന്മേലും കുറുമ്പടിമേലും പുരട്ടണം. അന്ന് രാത്രി അവർ തീയിൽ ചുട്ടതായ ആ മാംസവും പുളിപ്പില്ലാത്ത അപ്പവും തിന്നണം. കയ്പ് ചീരയോടുകൂടെ അത് തിന്നണം. തലയും കാലും അന്തർഭാഗങ്ങളുമായി തീയിൽ ചുട്ടിട്ടല്ലാതെ പച്ചയായിട്ടോ വെള്ളത്തിൽ പുഴുങ്ങിയതായിട്ടോ തിന്നരുത്. പാകം ചെയ്തതല്ല, അല്ലെങ്കിൽ പച്ചയായിട്ട് തിന്നാൻ പാടില്ല, പിന്നെ പുഴുങ്ങിയതായിട്ട് തിന്നാൻ പാടില്ല. അത് തീയിൽ ചുട്ടതായിരിക്കണം. ഇതെല്ലാം അതിന്റെ ഓരോ സെന്റൻസും അതിന്റെ ഓരോ വാക്കുകളും 2500 വർഷങ്ങൾക്ക് ശേഷം കാൽവറിയിൽ ദിവ്യബലിയായി മാറുവാൻ പോകുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ യാഗമരണം എങ്ങനെയായിരിക്കും എന്നുള്ളതിന്റെയും സൂചനയാണ് ആ വാക്യങ്ങൾ. പുറപ്പാട് പുസ്തകവും പെസഹായ്ക്ക് കൊടുത്തിരിക്കുന്ന ഈ വിവരണവും മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നീ 4 സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്ന കർത്താവിന്റെ ക്രൂശീകരണവും തമ്മിലുള്ളതായ ആ വലിയ സാമ്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പിറ്റേന്നാൾ കാലത്തേക്ക് അതിലൊട്ടും ശേഷിപ്പിക്കരുത്. പിറ്റേന്നാൾ കാലത്തേക്ക് ശേഷിക്കുന്നത് നിങ്ങൾ തീയിലിട്ട് ചുട്ടുകളയണം. എങ്ങനെയാണ് കഴിക്കേണ്ടത്? അരകെട്ടിയും കാലിന് ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിച്ചും കൊണ്ട് നിങ്ങൾ തിന്നണം. തിടുക്കത്തോടെ നിങ്ങൾ തിന്നണം. അത് യഹോവയുടെ പെസഹയാകുന്നു. ഇസ്രായേൽ മക്കളുടെ പെസഹയല്ല, യഹോവയുടെ പെസഹയാണ്. പിതാവായ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ ലോകസ്ഥാപനത്തിന് മുമ്പേ മാറ്റി നിർത്തിയിരിക്കുകയാണ്.
എന്തിനു വേണ്ടി? മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി അറുക്കപ്പെടേണ്ടതിന് മാറ്റി നിർത്തിയിരിക്കുകയാ. ആ പിതാവായ ദൈവം നിശ്ചയിച്ചിരിക്കുന്നതായ ആ യാഗമരണത്തിന്റെ അടയാളം മാത്രമാണ് ഈ പെസഹ. അതുകൊണ്ട് പെസഹ ആരുടേതല്ല, ഇസ്രായേൽ മക്കൾ സ്ഥാപിച്ചതല്ല, ഇസ്രായേൽ മക്കളുടെ പെസഹയല്ല, അത് യഹോവയുടെ പെസഹയാണ്. യഹോവയുടെ പെസഹ എങ്ങനെയുള്ളതായിരിക്കണം? അത് വിശുദ്ധമായിരിക്കണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. തുടർന്ന് യഹോവയായ ദൈവം പറയുകയാണ്, ഈ രാത്രിയിൽ ഞാൻ മിസ്രയീം ദേശത്തു കൂടി കടന്ന് മിസ്രയീം ദേശത്തുള്ള മനുഷ്യന്റെയും മൃഗത്തിന്റെയും കടിഞ്ഞൂലിനെയൊക്കെയും സംഹരിക്കും. മിസ്രയീമിലെ സകല ദേവന്മാരിലും ഞാൻ ന്യായവിധി നടത്തും. ഞാൻ യഹോവയാകുന്നു. അപ്പോ ദൈവത്തിന്റെ ഉദ്ദേശം അതാണ്. എന്താണ് യഹോവയായ ദൈവം പറഞ്ഞത്? ഞാൻ ഈ ദിവസം രാത്രിയിൽ, ആ പർട്ടിക്കുലർ ഡേ രാത്രിയിൽ ഞാൻ മിസ്രയീം ദേശത്തു കൂടെ കടന്നു പോകും. മിസ്രയീം ദേശത്തുള്ളതായ സകല മനുഷ്യന്റെയും മൃഗത്തിന്റെയും കടിഞ്ഞൂലിനെ സംഹരിക്കും. മിസ്രയീമിലെ സകല ദേവന്മാരിലും ഞാൻ ന്യായവിധി നടത്തും. ഞാൻ യഹോവയാകുന്നു. എന്താണ് കടിഞ്ഞൂലിനെ സംഹരിക്കും എന്ന് പറയാൻ കാരണം? ഞാൻ നേരത്തെ അതിന്റെ റീസൺ ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ കാണുമെന്ന് കരുതുകയാണ്. ഇസ്രായേലിനെ കുറിച്ച് യഹോവയായ ദൈവം പറയുന്നതായ ഒരു വിശേഷണമുണ്ട്. ഇസ്രായേൽ എന്റെ ആദ്യജാതൻ, അവൻ എന്റെ കടിഞ്ഞൂൽ പുത്രനാണ്. ആ യഹോവയായ ദൈവത്തിന്റെ കടിഞ്ഞൂൽ പുത്രനായ ഇസ്രായേലിനെയാണ് ആര് ദണ്ഡിപ്പിച്ചത്? ഫറവോനും മിസ്രയീമിലും ദണ്ഡിപ്പിച്ചത്. അപ്പോ യഹോവയായ ദൈവത്തിന്റെ കടിഞ്ഞൂൽ പുത്രനായ ഇസ്രായേലിനെ ഫറവോൻ ദണ്ഡിപ്പിച്ചത് കൊണ്ട് അതിന് തക്കവണ്ണം ഫറവോന് കൊടുക്കുന്നതായ ന്യായവിധി ഫറവോന്റെ ആദ്യജാതനെ യഹോവയായ ദൈവം ദണ്ഡിപ്പിക്കുകയാണ്. അപ്പോ ദൈവജനത്തിനെതിരായി, ദൈവ പൈതലിനെതിരായി ആരെന്ത് ചെയ്തെന്ന് പറഞ്ഞാലും ഇവിടെ ഇസ്രായേൽ മക്കളല്ല പ്രതികാരം ചെയ്യുവാനായിട്ട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇസ്രായേൽ മക്കളോട് പറഞ്ഞില്ല, നിന്നെ നശിപ്പിക്കുന്ന, നിന്നെ ദണ്ഡിപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾ എഴുന്നേറ്റ് അവരവര് ഓരോ കുടുംബത്തെയും ദണ്ഡിപ്പിക്കുന്നതായ അടുത്തുള്ള അയൽക്കാരനോട് നിങ്ങൾ യുദ്ധം ചെയ്യാനായിട്ട് യഹോവയായ ദൈവം പറഞ്ഞില്ല. നിങ്ങളുടെ കൂടെ താമസിക്കുന്ന മിസ്രയീമ്യരുമായിട്ട് പിണക്കം വെക്കുവാൻ യഹോവയായ ദൈവം പറഞ്ഞില്ല. അവരെ കുറ്റം പറയുവാനോ അവരെ പഴിചാരുവാനോ യഹോവയായ ദൈവം പറഞ്ഞില്ല. യഹോവയായ ദൈവം ന്യായവിധി നിശ്ചയിച്ചു. അത് ഇസ്രായേൽ മക്കളോട് ചോദിച്ചിട്ടല്ല, ഇസ്രായേൽ മക്കൾ ഡിമാൻഡ് ചെയ്തിട്ടല്ല, ഇസ്രായേൽ മക്കളുടെ ധാരണയൊന്നും അതിനകത്തില്ലായിരുന്നു. അവർ ആഗ്രഹിച്ചതുപോലെയോ അവർ പറഞ്ഞതുപോലെയോ ആയിരുന്നില്ല. യഹോവയായ ദൈവം തന്റെ ഹിതത്തിനനുസരിച്ച് തന്റെ ഇഷ്ടം പോലെ തന്റെ ഏകജാതനോട് അവർ എന്ത് ചെയ്തുവോ അതിന് തക്കവണ്ണമുള്ളതായ ന്യായവിധിയാണ് ദൈവം കൊടുത്തത്. അങ്ങനെയെങ്കിൽ ഒരു വിലപ്പെട്ട പാഠം നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉപദേശവുമായി ചേർന്ന് നിൽക്കുന്ന ഉപദേശമാണ്. എന്താണ്? പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ശത്രുക്കൾ ആഹാരം വിശന്നാൽ അവന് തിന്മാൻ കൊടുക്കണം, ദാഹിച്ചാൽ അവന് വെള്ളം കൊടുക്കണം, അവന് തണുപ്പ് തോന്നിയാൽ അവന് പുതപ്പ് കൊടുക്കണം. നിങ്ങളെ പോലെ തന്നെ എന്ത് ചെയ്യണം? അവരെയും പരിരക്ഷിക്കണം. ഭൂമിയിൽ ശത്രുക്കളായി ആരെയും കരുതുവാൻ പാടില്ല എന്ന് പറഞ്ഞ കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതായ ദൈവസഭയിൽ തന്നെ, ഞാൻ ആഗോള വ്യാപകമായി പറയുകയാണ്, നമ്മുടെ ലോക്കൽ സഭയുടെ കാര്യമോ ഒരു സംഘടനയുടെ കാര്യമോ അല്ല ഞാൻ പറയുന്നത്. ആഗോള വ്യാപകമായി പറഞ്ഞാൽ തമ്മിൽ കടിച്ചു കീറാൻ നിൽക്കുന്നതായ ഒരേ രക്തത്തിന്റെ അംശികളും ഒരേ രക്തത്തിന്റെ അവകാശികളും ഒരേ അപ്പത്തിന്റെ അംശികളുമായ ദൈവജനം തമ്മിൽ കാണിക്കുന്ന സ്പർദ്ധ, തമ്മിൽ കാണിക്കുന്നതായ ശണ്ട, തമ്മിൽ കാണിക്കുന്ന വിരോധം, തമ്മിൽ ഉണ്ടാകുന്നതായ പ്രോബ്ലംസ്, അത്
അത്യുന്നതനായ ദൈവം എങ്ങനെയാ കണക്കിടുന്നത്? ന്യായവിധിയ രണ്ടു കൂട്ടരുടെ മേലും വരും. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രൈസ് ദി ലോർഡ്. നാം ദൈവവചനത്തോട് ഒട്ടുനിൽക്കണം. പഴയ നിയമത്തിന്റെ പ്രമാണം മനസ്സിലായോ? പഴയ നിയമത്തിന്റെ പ്രമാണം എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഇനിഷ്യലി ദൈവം കൊടുത്തതായ പ്രമാണം എന്ന് പറയുന്നതും അത് തന്നെയാണ്. അപ്പോ നാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോ കർത്താവായ യേശു ക്രിസ്തു അത് വളരെ കർശനമായി നമ്മെ പഠിപ്പിക്കുന്നതായ കാര്യമാണ്. ദൈവസഭയുടെ ഉപദേശമാണ്. അത് നമ്മൾ ഏറ്റെടുത്തെങ്കിലേ മതിയാകുകയുള്ളൂ. യഹോവയായ ദൈവം എന്താണോ ചെയ്യുന്നത്, എന്താണോ തീരുമാനിക്കുന്നത്, അത് അവിടുന്ന് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നാം ദൈവമുഖത്തേക്ക് നോക്കി മിണ്ടാതിരിക്കുകയല്ലാതെ, പ്രൈസ് ദി ലോർഡ്, നമ്മെ പകയ്ക്കുന്നവർക്ക് പ്രതികാരം ചെയ്യുവാനോ നമ്മെ ഉപദ്രവിക്കുന്നവർക്കെതിരായി കൊടിപിടിക്കുവാനോ ദൈവവചനത്തിൽ പ്രമാണമില്ല എന്നറിയണം. അങ്ങനെ ചെയ്യുന്നവരെ, പ്രൈസ് ദി ലോർഡ്, എന്ത് ചെയ്യണമെന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമെന്നുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. അപ്പോ മനുഷ്യന്റെയും മൃഗത്തിന്റെയും കടിഞ്ഞൂലിനെ ഒക്കെയും സംഹരിക്കും. കടിഞ്ഞൂലിനെ സംഹരിക്കുവാനായിട്ട് യഹോവയായ ദൈവം തീരുമാനമെടുത്തതിന്റെ റീസൺ അതാണ്. നിങ്ങൾക്കത് മനസ്സിലായി കാണും എന്ന് ഞാൻ കരുതുന്നു. ആ വിഷയത്തിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ടതായ വിലപ്പെട്ടതായ ദൂതും നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ട് എന്നെനിക്ക് ഞാനത് വിശ്വസിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മുമ്പോട്ട് പോകുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഇനി പെസഹയുടെ തയ്യാറെടുപ്പ്, പ്രിപ്പറേഷൻ ഓഫ് പാസ് ഓവർ എന്നുള്ളതാണ്. 10-ാം മാസം, ആബീബ് മാസം 10-ാം തീയതി, നിസാൻ മാസമാണ്. ഇസ്രായേലിൽ അവർ ചെയ്തിരുന്നതായ കണക്കനുസരിച്ച് ഇപ്പോൾ അവിടെ കലണ്ടർ മാറി. ആ കലണ്ടറിൽ ആബീബ് മാസം, അതാണ് ഒന്നാമത്തെ ഇസ്രായേലിന്റെ ഒന്നാമത്തെ മാസം എന്ന് പറയുന്നത് ആബീബ് മാസമാണ്. ആബീബ് മാസം 10-ാം തീയതി കുഞ്ഞാടിനെ മാറ്റി നിർത്തണം. 14-ാം തീയതി അതിനെ അറുക്കണം. The lamb was kept separate for 4 days, symbolizing Jesus set apart before the foundation of the world. പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 20-ാമത്തെ വാക്യം വായിക്കുമ്പോ ഇങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്. അവിടുന്ന് ലോകസ്ഥാപനത്തിന് മുമ്പേ മുന്നറിയപ്പെട്ടവനും അവിടുന്ന് മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനുമാകുന്നു. ലോകസ്ഥാപനത്തിന് മുമ്പേ മുന്നറിഞ്ഞവനാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. നമുക്ക് വേണ്ടി അറുക്കപ്പെട്ടതായ പെസഹ കുഞ്ഞാട്. The lamb had to be kept separate from the flock, then killed at twilight on the 14th day. 14-ാം തീയതി സന്ധ്യാസമയത്ത് അതിനെ അറുക്കണമെന്നുള്ളതാണ് ദൈവം കൊടുത്തതായ പ്രമാണം. പ്രൈസ് ദി ലോർഡ്. അപ്പോ അതിന് എങ്ങനെയാണ് അവർ തയ്യാറാക്കുന്നതായ വിഷയങ്ങൾ എന്നുള്ളതാണ്. ഒന്ന്, റോസ്റ്റഡ് ലാം എന്ന് പറഞ്ഞാൽ തീയിൽ ചുട്ടതായ ആ ആട്ടിന്റെ മാംസം. ആട്ടിൻകുട്ടിയെ അറുക്കണം, ആട്ടിൻകുട്ടിയുടെ രക്തം എടുക്കണം. ആ രക്തം എന്ത് ചെയ്യണം? കട്ടിലക്കാലിന്മേലും കുറുമ്പൊടിമേലും അടയാളമായി പുരട്ടണം. എന്നിട്ട് ആട്ടിൻകുട്ടി എന്ത് ചെയ്യണം? അതിനെ തീയിൽ ചുടണം. ദ റോസ്റ്റഡ് ലാം സിംബലൈസസ് ക്രൈസ്റ്റ്. കർത്താവിന്റെ കഷ്ടതയെ സൂചിപ്പിക്കുന്നതായ കാര്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോ അവിടെ യോഹന്നാൻ സ്നാപകൻ കടന്നു പോകുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അത് അറുക്കപ്പെടുവാൻ പോകുകയാണ്. പെസഹായ്ക്ക് ഈ ആട്ടിനെ കൊന്ന് അതിനെ തീയുടെ മുമ്പിൽ തീയുടെ പുറത്തു വെച്ച് അതിനെ ചുട്ടെടുക്കുന്നത് പോലെ കഷ്ടതയുടെ തീച്ചുളയിൽ കൂടെ കടന്നു പോകുവാൻ ദൈവത്താൽ അപ്പോയിന്റ് ചെയ്യപ്പെട്ടതായ ദൈവത്തിന്റെ കുഞ്ഞാടാണ് ഈ കടന്നു പോകുന്നതെന്ന് യോഹന്നാൻ സ്നാപകൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനെ ചൂണ്ടി പറയുവാൻ ഇടയായി. അവിടുന്ന് ചൊരിഞ്ഞതായ രക്തം നമ്മുടെ പാപത്തിന്റെ മോചനത്തിനായും പാപം മൂലം സംഭവിക്കേണ്ടിയിരുന്നതായ നിത്യമായ മരണത്തിൽ നിന്നും നമുക്കത് അടയാളമായി മാറ്റപ്പെടുകയും ചെയ്യുകയാണ്. രണ്ടാമത്,
അതിന്റെ രക്തമാണ്, സിംബലൈസസ്. അതിന്റെ ആ പെസഹ ആചരിക്കുമ്പോ രക്തം അവര് എടുക്കാറില്ല. അതിനു പകരം എന്താ ചെയ്യേണ്ടത്? അവര് വീഞ്ഞ് തയ്യാറാക്കി വെക്കും. ആ വീഞ്ഞ് ചുരിയപ്പെട്ടതായ യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ അടയാളമാണ്. സിംബലൈസ് ദ ബ്ലഡ് ഓഫ് ജീസസ്, ദ ബ്ലഡ് ഓഫ് ദ ന്യൂ കവനന്റ് വിച്ച് ക്ലിൻസസ് us from sin. പെസഹായ്ക്ക് ആടിനെ അറുക്കുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞു, ദൈവത്തിന്റെ മുമ്പാകെ ഒരു വലിയ ഒരു ഉടമ്പടി ചെയ്യുമ്പോ ആ ഉടമ്പടിയുടെ അടയാളം എന്ന് പറയുന്നത് രക്തമാണ്. ആ യാഗരക്തം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ആ ഉടമ്പടി ഒപ്പുവെക്കുന്നത്, അല്ലെങ്കിൽ ഉടമ്പടി അടയാളമായി സ്ഥാപിക്കപ്പെടുന്നത്. പെസഹായ്ക്ക് അറുക്കപ്പെട്ടതായ കുഞ്ഞാടിന്റെ രക്തം എന്ന് പറയുന്നത് ഞാൻ മാനവജാതിക്ക് വേണ്ടി എന്റെ ഏകജാതനായ പുത്രനെ മാറ്റി നിർത്തിയിരിക്കുകയാണ്, അവനെ ഞാൻ യാഗം കഴിക്കുമെന്ന് ദൈവം ചെയ്യുന്ന ഉടമ്പടിയുടെ അടയാളമാണ് പെസഹായുടെ രക്തം. അത് അടയാളമാണ്. പക്ഷേ അടയാളം എന്തായി മാറി? അത് യാഥാർത്ഥ്യമായി മാറി. യഹോവയായ ദൈവം അടയാളം നൽകി ജനത്തിന് കൊടുത്തതായ ആ ഉടമ്പടി, ഇസ്രയേലിന് കൊടുത്തതായ ആ ഉടമ്പടി, അത് ലോകവ്യാപകമായി ജനത്തിന്റെ വീണ്ടെടുപ്പിനുള്ളതായി മാറുകയാണ്. ദൈവം തന്റെ ഉടമ്പടി കാലങ്ങൾ കഴിഞ്ഞപ്പോ ദൈവത്തിന്റെ സമയത്ത് അത് പൂർണ്ണമായും നിവർത്തിക്കപ്പെടുകയാണ്. The covenant is fulfilled. ദൈവത്തിന്റെ ആ ഉടമ്പടി കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ അത് പരിപൂർണമായും ഫുൾഫില്ല് ചെയ്യപ്പെടുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അടുത്തത്, they were to eat in haste with the belt fastened, sandals on their feet and staff in hand. Praise the Lord. അവർ കാലിന് എന്ത് ചെയ്യണം? ചെരുപ്പിട്ടും കൊണ്ട്, പിന്നെ അവരുടെ ഇടക്കെട്ട് വസ്ത്രം മുറുക്കിക്കെട്ടി, ബെൽറ്റെല്ലാം മുറുക്കി കെട്ടിക്കൊണ്ട് കയ്യിൽ വടി പിടിച്ചുകൊണ്ടാണ് ഇത് തിന്നുന്നത്. സാവേരി മട്ടിൽ ഇരുന്ന് എങ്ങനെങ്കിലും ഒന്ന് തിന്ന്, നമ്മളിപ്പോ ഭക്ഷണം കഴിക്കുന്നതിന്റെ കൂട്ട് വെടിയും പറഞ്ഞ് അല്ലെങ്കിൽ തമാശയും പറഞ്ഞ് അങ്ങോട്ടും നോക്കി ഇങ്ങോട്ടും നോക്കി ടിവിയും കണ്ട് അല്ല എന്ത് ചെയ്യേണ്ടത്? ഈ പെസഹ കഴിക്കുന്നത്. പെസഹ കഴിക്കുമ്പോ ഒരു കയ്യിൽ വടി പിടിച്ചിട്ടുണ്ട്, കാലിൽ മുറുക്കി കെട്ടിയതായ ചെരുപ്പുണ്ട്, അര കെട്ടി മുറുക്കിയിട്ടുണ്ട്. അവരെന്ത് ചെയ്യുന്നു? തിടുക്കത്തോടെ ഇതെങ്ങനെങ്കിലും ഒന്ന് ഭക്ഷിച്ച് തീർക്കണം. തിടുക്കത്തോടെ ഭക്ഷിച്ച് തീരുന്നതായ മൊമെന്റിൽ ഒരു പുറപ്പാടുണ്ട്. എന്ന് പറഞ്ഞാൽ ഏതു നിമിഷത്തിലും ഒരു യാത്രയ്ക്കുള്ളതായ ഉറപ്പോടുകൂടെ, ആ യാത്രയ്ക്കുള്ളതായ നിശ്ചയത്തോടുകൂടെ, തയ്യാറെടുപ്പോടുകൂടിയാണ് പെസഹ കഴിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതായ ദൈവജനത്തിന് ഒരു പുറപ്പാട് ഏറ്റവും അടുത്തുണ്ട് എന്നുള്ളതായ പ്രത്യാശയുടെ ദൂതാണ് അവിടെ. ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് കരുതുകയാണ്. പുളിപ്പില്ലാത്ത അപ്പം എന്തായിരിക്കണം? അതിനോടുകൂടെ ഈ മാംസത്തോടുകൂടെ അവർ അന്ന് മാവെടുത്ത് കുഴച്ച് ചുട്ടതായ അപ്പം ഉണ്ടായിരിക്കണം. അത് അപ്പോഴുണ്ടാക്കിയതായ അപ്പമാണ്. അത് കുഴച്ച് ദീർഘമണിക്കൂറുകൾ വെച്ചൊന്ന് പുളിപ്പിച്ച് വായ്ക്ക് രുചിയായിട്ട് തിന്നാമെന്ന് വിചാരിച്ചല്ല ആ അപ്പം ഉണ്ടാക്കേണ്ടത്. അന്ന് രാത്രിയിൽ ആ ആടിനെ അറുക്കുന്നതായ സമയത്ത് അവര് മാവെടുത്ത് കുഴച്ച് അപ്പോ തന്നെ എന്ത് ചെയ്യുകയാണ്? അവർ റൊട്ടി ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു പുളിപ്പും ചേർക്കുവാനായിട്ട് പാടില്ല. പുളിപ്പ് ചേരാത്തതായ അപ്പം, പുളിപ്പ് ചേരാത്തതായ അപ്പം അവരുടെ ഭാഷയിൽ കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിനോട് ചേർന്ന് എന്തും കൂടെ വേണം? കയ്പ് ചീരയും കൂടെ ചേർത്ത് വേണം അത് കഴിക്കാൻ. പുളിപ്പ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ചോദിച്ചു കഴിഞ്ഞാൽ തിരുവചനത്തിന്റെ അർത്ഥമനുസരിച്ച് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാനത് വിശദീകരിക്കേണ്ട കാര്യമില്ല. പുളിപ്പെന്ന് പറഞ്ഞാൽ പാപമാണ്. പാപത്തിന്റെ ഏത് അനുഭവമാണെങ്കിലും അത് ആത്മീയ ഭാഷയിൽ പുളിപ്പാണ്. അപ്പൊ പുളിപ്പില്ലാത്ത അപ്പം എന്ന് പറയുമ്പോ
പാപത്തിന്റെ അംശം അങ്ങനെയുള്ളവരുടെ പുറപ്പെടുവാൻ നിൽക്കുന്നതായ ആ ജനതയിൽ കാണുവാൻ പാടില്ല. പുളിപ്പില്ലാത്ത അപ്പം. കയ്പ് എന്താണ്? ആ കയ്പ് അവരെ ഓർപ്പിക്കുന്നത് നീണ്ട 430 വർഷത്തെ അടിമത്വവും അതിന്റെ ഫലമായി അവരനുഭവിച്ചതായ കഷ്ടതയും അവരനുഭവിച്ചതായ വേദനയുമാണ് ആ കയ്പ് അർത്ഥം. അപ്പം പുറപ്പെടുമ്പോ അവർ തയ്യാറെടുക്കുന്നതായ കാര്യങ്ങൾ വെറുതെ അങ്ങ് പുറപ്പെടുകയല്ല. ഈ പറഞ്ഞതായ കാര്യങ്ങൾ അക്ഷരം പ്രതി അവരാചരിക്കുകയാണ്. അപ്പോ പുളിപ്പില്ലാത്ത അപ്പം, പിന്നെ ഇത്രയും കൂടി ചേർന്ന് അവർ കഴിക്കുകയാണ്. കഴിച്ചു കഴിഞ്ഞിട്ട് എന്തായാലും അല്പമെങ്കിലും അധികം വരും. അധികം വരരുത് അധികം വെക്കരുത് എന്നുള്ളതാണ് ചട്ടം. പക്ഷേ അധികം വരാം. അധികം വന്നാൽ എന്ത് ചെയ്യണം? അത് നാളത്തേക്കെന്ന് പറഞ്ഞ് സൂക്ഷിച്ചു വെക്കരുത്. അത് പിന്നെ കഴിക്കാം എന്ന് പറഞ്ഞ് സൂക്ഷിച്ചു വെക്കരുത്. എന്ത് ചെയ്യണം? അധികം വരുന്നത് അതുപോലെ എടുത്ത് തീയിലിട്ട് ചുട്ടുകളെ. അതൊന്നും ലെഫ്റ്റ് ഓവർ ആയിട്ട് വെക്കുവാൻ പാടില്ല. എനി ലെഫ്റ്റ് ഓവർ മീറ്റ് ഹാഡ് ടു ബി ബേൺഡ് ബിഫോർ മോർണിംഗ്. പ്രഭാതത്തിന് മുമ്പ് അത് മുഴുവൻ നശിപ്പിച്ച് കളയണം. അത് അന്നത്തെ വിഷയം മാത്രമല്ല കേട്ടോ. അന്ന് ഈ പെസഹ ആചരിച്ച് കഴിഞ്ഞ ഉടനെ പ്രഭാതം വരെ അവരൊരിടത്തും കാത്തിരിക്കത്തില്ല. അവർക്ക് പ്രഭാതത്തിൽ വഴിയാത്രയല്ലേ എന്ന് പറഞ്ഞ് ബാക്കിയുള്ളത് ഒരു പുതുക്കെട്ടായിട്ട് പൊതിഞ്ഞ് നമുക്ക് എടുക്കാം എന്നും അവര് പറഞ്ഞില്ല. നമ്മളൊക്കെ ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്ത് ഇൻ കേസ് അധികം വന്നാൽ എന്ത് ചെയ്യും? വെയിറ്ററോട് പറയും അതൊന്ന് പൊതിഞ്ഞ് ഒരു പാഴ്സലാക്കി തന്നേക്കാൻ പറയും. അവരത് ഭംഗിയായി പൊതിഞ്ഞ് പാഴ്സലാക്കി തരും. പക്ഷെ പെസഹയ്ക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല. പെസഹ എന്ത് ചെയ്യണം? എന്തെങ്കിലും ശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പാക്ക് ചെയ്ത് നാളെ വഴിയാത്രയിൽ കഴിക്കാമെന്ന് പറഞ്ഞ് അതിനെ ലെഫ്റ്റ് ഓവറാക്കി ശേഷിപ്പിക്കരുത്. അത് അപ്പോൾ തന്നെ എന്ത് ചെയ്യണം? പൂർണ്ണമായും തീയിലിട്ട് ദഹിപ്പിച്ച് കളയണം. പിറ്റേ ദിവസത്തേക്ക് ശേഷിപ്പിക്കുവാനായിട്ട് പാടില്ല. ഇതാണ് കണ്ടീഷൻ. എന്തിന്റെ കണ്ടീഷൻ? ആ പെസഹയുടെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഐറ്റംസ് ഞാൻ പറഞ്ഞല്ലോ, പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതായ ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്ന അൺലീവൻഡ് ബ്രെഡാണ്. നാലാമത്തെ എന്ന് പറയുന്നത് ബിറ്റർ ഹെർബ്സ് അല്ലെങ്കിൽ കയ്പ് ചീരയ. അഞ്ചാമത്, ഇനിയും നിങ്ങൾ ഭാവിയിൽ പെസഹ ആചരിക്കുമ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്തും കൂടെ ചേർക്കാം? ഡ്രൈഡ് ഫ്രൂട്ട്സ് ആൻഡ് സ്വീറ്റ് ഡ്രിങ്ക്സും കൂടെ ചേർക്കാം. അത് അന്നത്തെ കാര്യമല്ല, പെസഹ ആചരിക്കുന്ന അന്നത്തെ കാര്യമല്ല. ഭാവിയിൽ നിങ്ങൾ പുറപ്പെട്ട് നിങ്ങളുടെ വാഗ്ദത്ത ദേശത്ത് എത്തിക്കഴിയുമ്പോൾ നിങ്ങൾ ഇത് മുടങ്ങാതെ ആചരിക്കേണ്ടതാണ്. എല്ലാ വർഷവും നിങ്ങളിത് ആചരിക്കണം. വാഗ്ദത്ത ദേശത്ത് എത്തിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഈ കയ്പ് ചീരയോടും അതുപോലെ പുളിപ്പില്ലാത്ത അപ്പവും കൂടെ കൂട്ടിച്ചേർത്ത് തിന്നുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തും കൂടെ കഴിക്കാം. ഡ്രൈഡ് ഫ്രൂട്ട്സും സ്വീറ്റ് ഡ്രിങ്ക്സും കൂടെ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഇതെന്താ അതിനെ കാണിക്കുന്നതെന്ന് അറിയാമോ? വാഗ്ദത്ത ദേശത്തെത്തുമ്പോൾ ഇപ്പോഴവരനുഭവിക്കുന്നതായ ആ ദൈവിക സന്തോഷത്തിന്റെ സിമ്പലാണ് എന്ന് പറഞ്ഞാൽ കർത്താവ് അവരോട് പറഞ്ഞത്, നിങ്ങൾക്കെന്നും കയ്പിന്റെ അനുഭവമല്ല, നിങ്ങൾക്കെന്നും വേദനയുടെ അനുഭവമല്ല, നിങ്ങൾക്കെന്നും പാപത്തിൽ ആണ്ട് കിടക്കുന്ന അനുഭവമല്ല. ദൈവം എന്നെ വിടുവിച്ചു, എന്റെ കർത്താവ് എന്നെ വിടുവിച്ചു എന്ന് ഓർക്കുന്ന ആ സന്തോഷത്തിന്റെ നിമിഷം കൂടിയാണ് ഈ ആചരിക്കുന്നതായ പെസഹ എന്ന് നിങ്ങൾ അറിയണം. അത് ഭാവിയിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടതായ കാര്യമാണ്. അതുകൊണ്ട് അക്കാര്യം നിങ്ങൾ ഓർക്കണമെന്ന് അവരോട് യഹോവയായ ദൈവം പറയുകയാണ്. അപ്പം ക്രിസ്തുവിൽ ഈ പെസഹ എല്ലാം നിവർത്തിച്ചിരിക്കുകയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ക്രൈസ്റ്റ് ഫുൾഫിൽ ദ പാസ് ഓവർ. പെസഹ നമ്മുടെ കർത്താവിൽ നിവർത്തീകരിക്കപ്പെട്ടു. ജീസസ് ഈസ് ദ ബ്ലെയിംലെസ് ലാംബ് ഓഫ് ഗോഡ് സാക്രിഫൈസ്ഡ് ഫോർ us. ഞാൻ പറഞ്ഞു, ആടിനെ മാറ്റി കെട്ടണം.
എങ്ങനെയുള്ളതായിരിക്കണം? ബ്ലെയിംലെസ് ആയിരിക്കണം, വിത്തൗട്ട് ബ്ലെമിഷ് ആയിരിക്കണം, കുറ്റമറ്റതായിരിക്കണം, യാതൊരു ഊനവും ഉണ്ടായിരിക്കുവാനായിട്ട് പാടില്ല. നമുക്ക് വേണ്ടി അറുക്കപ്പെട്ടതായ നമ്മുടെ പെസഹ കുഞ്ഞാടായ യേശു ക്രിസ്തു യാതൊരു ഊനവും ഇല്ലാത്തവനായിരുന്നു. ആർക്കും അവനോട് അതിനെക്കുറിച്ച് കുറ്റം പറയുവാൻ കഴിയാത്ത വിധത്തിൽ ലോകത്തിന് നമ്മുടെ കർത്താവിനെ കുറിച്ച് കുറ്റം പറയുവാൻ ഒന്നുമില്ല. ലോകത്തിന് ഇല്ല എന്ന് പറയുമ്പോ അന്നത്തെ നാട് ഭരിച്ചിരുന്നതായ ഭരണാധികാരികൾക്ക് ഒന്നും കണ്ടുപിടിക്കുവാൻ കഴിയാത്ത രീതിയിൽ കുറ്റമറ്റവനായിരുന്നു നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. അന്നത്തെ മതകോടതി സന്നദ്ധി സംഘം കുറ്റം കണ്ടുപിടിച്ചില്ല. അന്നത്തെ മത നേതാക്കന്മാരായ ഹന്നാവും കയ്യഫാവും ന്യായപ്രമാണ സംബന്ധമായോ അല്ലാതെയോ കർത്താവായ യേശു ക്രിസ്തുവിൽ ഒരു കുറ്റവും കാണുവാനായിട്ട് കഴിഞ്ഞില്ല. അന്യ സാമ്രാജ്യത്തിന്റെ റെപ്രസെന്റേറ്റീവായി യഹൂദയും അതുപോലെ തന്നെ ഗലീലയും ഭരിച്ചിരുന്നതായ പിലാത്തോസിനോ ഹെരോദാവിനോ കർത്താവിങ്കൽ ഒരു കുറ്റവും കാണുവാൻ കഴിഞ്ഞില്ല. സാധാരണ ജനത്തിനും കർത്താവിൽ ഒരു കുറ്റവും കാണുവാൻ കഴിഞ്ഞില്ല. ശതാധിപൻ കർത്താവിന്റെ ക്രൂശിന്റെ അടുക്കൽ നിന്ന് പറഞ്ഞു, ഇവൻ നീതിമാൻ, ഇവനിൽ ഒരു കുറ്റവുമില്ല. നോക്കൂ, ഊനമില്ലാത്തതായ കുഞ്ഞാടിനെ നിങ്ങൾ ആബീബ് മാസം 10-ാം തീയതി മാറ്റിക്കെട്ടണം. 14-ാം തീയതി നിങ്ങൾ അതിനെ അറുക്കണം. അത് ഊനമില്ലാത്തതായിരിക്കണമെന്ന് യഹോവയായ ദൈവം പറഞ്ഞത് 1500 വർഷങ്ങൾക്ക് ശേഷം ഈ മ്ലേച്ഛത നിറഞ്ഞ, ഈ പാപം നിറഞ്ഞ ഈ ലോകത്തിൽ തന്റെ യൗവനകാലം ജീവിച്ചതായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ നോക്കി ലോകവും സാത്താനും ഭരണാധികാരികളും ഒന്നടങ്കം പറഞ്ഞു, ഇവനിൽ ഒരു കുറ്റവും കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞില്ല. കുറ്റമില്ലാത്തവൻ, ഒരു ബ്ലെയിമും ഇല്ലാത്തതായ ആ ദൈവപുത്രൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന് ദൈവത്തിന്റെ നിയമമായ പെസഹ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ക്രൂശിൽ നിവർത്തിപ്പാനിടയായി. The blood has power to deliver from sin, sickness, oppression and death. ക്രിസ്തുവിന്റെ രക്തം പാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും ശത്രുവിന്റെ പീഡയിൽ നിന്നും രക്ഷിപ്പാൻ കഴിവുള്ളതാണ്. കുഞ്ഞാടിനെ അറുത്തതായ രക്തമുണ്ടല്ലോ, അവർ കട്ടിളക്കാൽമേലും കുറുമ്പടിമേലും പുരട്ടി അന്ന് രാത്രി സംഹാരദൂതനായി കടന്നു പോകുമ്പോ ആ രക്തത്തിന്റെ അടയാളമുള്ളതായ ഭവനങ്ങളിലൊന്നും സംഹാരത്തിന്റെ ലാഞ്ചനയില്ല. ആ നിലവിളി അങ്ങനെയുള്ളതായ ഭവനങ്ങളിൽ നിന്ന് ഉയരുന്നില്ല. അതിൽ നിന്ന് അവർ വിടുവിക്കപ്പെട്ടത് ഇസ്രയേൽ എന്നുള്ളതായ പേരുകാരനായതുകൊണ്ടല്ല, 400 വർഷം അടിമത്വത്തിലായി ഇപ്പൊ മോശയുടെ പ്രമാണങ്ങൾ അനുസരിച്ചു എന്നുള്ളത് കൊണ്ടല്ല. പിന്നെയോ ഒരൊറ്റ ഒരു കാര്യത്തിന്റെ പിൻബലത്തിലാണ് സംഹാരദൂതൻ അവരെ വിട്ടുപോയത്. ഏതാണ് ആ ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത്? കുഞ്ഞാടിന്റെ രക്തത്താലുള്ളതായ അടയാളം. യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ വിലയാണ്, അല്ലെങ്കിൽ അതിന്റെ വിലയേറിയ അനുഭവമാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഞാനും നിങ്ങളും പാപത്തിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടുവാൻ കഴിയാത്ത രീതിയിൽ പാപത്തിന്റെ അടിമത്വത്തിലായിരുന്നു. എന്നാൽ ഏതു നിമിഷമാണോ നാം കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ആ രക്തത്താലുള്ളതായ അടയാളം സ്വീകരിച്ച് ആ രക്തത്തിന് പിന്നിൽ നാം മറഞ്ഞത്, അത് മുതൽ നിത്യമരണത്തിന്റെ ആ ഭീഷണി നമ്മിൽ നിന്ന് എന്നേക്കുമായി അകന്നുപോയി. സ്പിരിച്വൽ സിക്നെസ് നമ്മെ വിട്ടുപോയി. അത് നമ്മുടെ ഫിസിക്കൽ സിക്നെസ് അല്ല പ്രധാനം, അതിന് പ്രാധാന്യമില്ല എന്നല്ല. എന്നാൽ അതിനേക്കാൾ ഏറ്റവും അധികം പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മുടെ സ്പിരിച്വൽ സിക്നെസ് ക്രിസ്തുവിന്റെ രക്തത്താൽ മായ്ക്കപ്പെട്ടു എന്നുള്ളതാണ്. ഏത് ഫിസിക്കൽ സിക്നെസ്സോടുകൂടി മരിച്ചാലും സ്വർഗരാജ്യം അവന് തടയപ്പെടുകയില്ല, അവൻ ദൈവപൈതലാണെങ്കിൽ. ഏത് രോഗവുമാകട്ടെ, ക്യാൻസർ ആകട്ടെ, മറ്റു തീരാരോഗമാകട്ടെ, ഏത് രോഗവുമാകട്ടെ, ഒരു രോഗം പിടിച്ച് ഒരു ദൈവ പൈതൽ മരിച്ചാൽ ആ രോഗം അവനുണ്ടായിരുന്നു എന്നുള്ളതായ നിലയിൽ ഒരിക്കലും
അവന് സ്വർഗരാജ്യം തടയപ്പെടുകയില്ല. പക്ഷേ സ്പിരിച്വൽ സിക്നസോടുകൂടി ഒരുവൻ മരിച്ചാൽ അവന് കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുവാൻ കഴിയുകയില്ല എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കുന്നതായ കാര്യമാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം നമ്മെ പാപത്തിൽ നിന്നും, രോഗത്തിൽ നിന്നും, പിശാചിന്റെ പീഡയിൽ നിന്നും, അവന്റെ ഭീഷണിയിൽ നിന്നും ഒക്കെ നമുക്ക് വിടുതൽ തരുന്നതാണ്. ഇനിയും the lamb's flesh being roasted points to Jesus enduring the fire of God's judgment for our sins. തീയിൽ ചുട്ടതായ മാംസം എന്ന് ഞാൻ സൂചിപ്പിക്കുന്നത് യെശയ്യാവിന്റെ പ്രവചനം 53-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. അതാണ് തീയിൽ ചുട്ടതായ മാംസം. ദൈവത്തിന്റെ ക്രോധമാകുന്നതായ തീയിൽ നാം വെന്തെരിയേണ്ടതിന് പകരം, നമുക്ക് പകരം കർത്താവ് ആ ശിക്ഷ തന്റെ ശരീരത്തിൽ ഏറ്റെടുത്തു എന്ന് യെശയ്യാവ് പറയുകയാണ്. അവിടുത്തെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ആ സ്പിരിച്വൽ സിക്നസിൽ നമ്മളെ ബാധിക്കാതെ വണ്ണം അതിൽ നിന്ന് നമ്മെ മോചിപ്പിക്കേണ്ടതിന് കർത്താവായ യേശുക്രിസ്തു തന്റെ ശരീരത്തിൽ ഏറ്റെടുത്തതായ കഷ്ടതയുടെ പാരമ്യതയാണ് തീയിൽ ചുട്ടതായ ആ ആടിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. യേശു പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 35-ാമത്തെ വാക്യത്തിൽ നമുക്കതാ കാണുവാൻ കഴിയുന്നത്. ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എന്നെ ഭക്ഷിക്കുന്നവൻ എൻ മൂലം ജീവിക്കും. എന്റെ ശരീരം ഭക്ഷിക്കാതെയും എന്റെ രക്തം കുടിക്കാതെയും ഇരിക്കുന്നവന് ഉള്ളിൽ ജീവനില്ല എന്ന് പറഞ്ഞാൽ അവൻ മരിച്ചവനാണെന്ന് അതിന്റെ അർത്ഥം. കർത്താവിന്റെ മേശയിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ, കർത്താവിന്റെ മേശ പങ്കിടുവാൻ യോഗ്യതയോടുകൂടി പങ്കിടുവാൻ സാധിച്ചില്ല എങ്കിൽ അവന്റെ ഉള്ളിൽ മരണം വസിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഹീസ് അണ്ടർ ദ കേഴ്സ് ഓഫ് ഡെത്ത്. ആ മരണം ഏത് നിമിഷവും അവനെ എന്ത് ചെയ്യാം? അടിമയാക്കാം. അതിൽ നിന്ന് അവന് ഒരിക്കലും ഒരു മോചനം കിട്ടുകയില്ല എന്നുള്ളത് മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. അടുത്ത ടോപ്പിക്കിലേക്ക് ഞാൻ കിടക്കുകയാണ്. 2 വിലപ്പെട്ടതായ വാഗ്ദത്തം ക്രിസ്തുവിൽ നമുക്കുണ്ട്. ആ പെസഹായോടുള്ളതായ ബന്ധത്തിലാണ് നമുക്കത് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. 1-ാമത്തെ വാഗ്ദത്തം, 2 key promises in Christ. ക്രിസ്തുവിലെ 2 വാഗ്ദത്തങ്ങൾ എന്താണ്? പെസഹ കുഞ്ഞാട് മൂലം ലഭിക്കുന്നത്. He can keep you from all evil. റെഫറൻസ് കൂടി ഞാൻ പറയാം. അതൊന്ന് നിങ്ങൾ സ്ക്രീനിൽ ഉണ്ടല്ലോ, നോട്ട് ചെയ്ത് നിങ്ങളത് വായിക്കുന്നത് നല്ലതായിരിക്കും. തെസ്സലോനിക്ക ലേഖനം 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യവും കർത്താവിന്റെ മഹാപുരോഹിത പ്രാർത്ഥന എന്നറിയപ്പെടുന്ന യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യവും കർത്താവ് നമ്മെ സകല തിന്മയിൽ നിന്നും വിടുവിക്കുന്നു. കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതായ ദൈവത്തിന്റെ പൈതൽ അവൻ പാപത്താൽ പരീക്ഷിക്കപ്പെട്ടു എങ്കിലും, അല്ലെങ്കിൽ പാപത്താൽ പരീക്ഷിക്കപ്പെടുമെങ്കിലും അത് അവനെ നശിപ്പിച്ചു കളയുകയില്ല. അതിൽ നിന്നുള്ളതായ മാനസാന്തരം, അതിനെ എന്നേക്കുമായി ഉപേക്ഷിച്ച് കളയുന്ന ആ ഒരു മനഃപൂർവമായ അനുഭവം അവനെ എന്ത് ചെയ്യും? രക്ഷയിലേക്ക് നടത്തും. തിന്മയിൽ നിന്ന് അതിനെ ഞാൻ വിടുവിക്കും എന്നുള്ളതാണ് 1-ാമത്തെ വാഗ്ദത്തം. 2-ാമത്തെ വാഗ്ദത്തം, he can save you from distress, sickness, demonic oppression and even the power of death. നിരാശ, രോഗം, സാത്താൻ, മറ്റ് പ്രതിസന്ധികൾ, മരണം, ഇവയിൽ നിന്ന് വിടുവിക്കും എന്നുള്ളതാണ് നമുക്ക് കർത്താവിന്റെ മരണം തരുന്ന, അല്ലെങ്കിൽ പെസഹ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തതുപോലെ നമുക്ക് കർത്താവിന്റെ മരണം മൂലം ലഭിക്കുന്നതായ വാഗ്ദത്തങ്ങൾ. ഇസ്രായേലിന്റെ തുടർന്നുള്ളതായ ആ യാത്ര നമുക്ക് അറിയാവുന്നതാണ്. കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഫറവോനിൽ നിന്ന് പിന്തുടരുന്നതായ ഫറവോനിൽ നിന്നും അവന്റെ സൈന്യത്തിൽ നിന്നും വിടുവിക്കപ്പെടേണ്ടതിന് ഇസ്രായേൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. അവർക്ക് വേണ്ടിയുള്ളതായ സുരക്ഷ ആരൊരുക്കി?
ദൈവമൊരുക്കി. രാത്രിയിൽ അഗ്നിസ്തംഭം, പകൽ മേഘസ്തംഭമായി ഫറവോനിൽ നിന്നുള്ളതായ ആ അകൽച്ച, ഫറവോൻ അവരെ പിടിച്ചുകൊണ്ട് പോകാതിരിക്കേണ്ടതിന് വേണ്ടി സംരക്ഷണ മതിലായി ദൈവം അവർക്ക് വേണ്ടി തീരുകയാണ്. ദൈവം ഒരുക്കിയതായ സംരക്ഷണയാണ്. മുമ്പിൽ ചെങ്കടൽ അവർ കണ്ടു കഴിഞ്ഞപ്പോ അതിന്റെ പാലം പണിയുവാനോ എഞ്ചിനീയേഴ്സിനെ വിളിക്കുവാനോ ഒന്നും അവർക്ക് പോകേണ്ട ആവശ്യമില്ലായിരുന്നു. അതിനുള്ള സമയമില്ലല്ലോ. അത് അവരുടെ ബുദ്ധിക്ക് അതീതമായി, അവരുടെ ചിന്തകൾക്ക് അതീതമായി, ഈവൻ അവരുടെ ഇമാജിനേഷൻ അപ്പുറമായി ആ ചെങ്കടലിൽ അവർക്ക് പോകത്തക്ക രീതിയിലുള്ള വിശാലമായ ആ ഉണങ്ങിയ നിലമൊരുക്കപ്പെട്ടത് ദൈവത്താൽ മാത്രം സംഭവിച്ച കാര്യമാണ്. 40 വർഷം ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്തു. ആ 40 വർഷം അവർക്ക് വസ്ത്രമുണ്ടാക്കുന്നതിന് ടെക്സ്റ്റൈൽ കമ്പനികളില്ലായിരുന്നല്ലോ. പുതിയ വസ്ത്രം ഓർഡർ ചെയ്ത് വരുത്തുവാനുള്ളതായ ഫെസിലിറ്റി അവർക്കില്ലായിരുന്നല്ലോ. പുതിയ വസ്ത്രം നെയ്യുവാനുള്ളതായ സാഹചര്യം അവർക്കില്ലായിരുന്നല്ലോ. പക്ഷേ അവരുടെ വസ്ത്രം ജീർണിച്ചു പോയില്ല, അവരുടെ കാലിലെ ചെരുപ്പ് തേഞ്ഞു പോയില്ല. ദൈവം അവരെ നടത്തിയ ആ വിധങ്ങൾ, പെസഹ ആചരിച്ചതായ ദൈവജനത്തിന് തുടർന്നുള്ളതായ യാത്രയിൽ കനാൻ നാട്ടിലെത്തുന്നതുവരെ ദൈവം അവർക്ക് കൊടുത്തതായ സംരക്ഷണം ഇതാണ്. ഈ ലോകമാകുന്നതായ മരുഭൂയാത്രയിൽ കാൽവറി നമുക്ക് വേണ്ടി തന്നിരിക്കുന്നതായ വാഗ്ദത്തം, കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ആശ്രയിച്ചടുത്തു ചെല്ലുന്ന ഏവർക്കും ലഭിക്കുന്ന വിലപ്പെട്ട വാഗ്ദത്തങ്ങളാണ്. അത് വെറും വാഗ്ദത്തങ്ങളായി മാത്രം നിൽക്കുന്നില്ല, നിവർത്തിക്കപ്പെട്ടതായ വാഗ്ദത്തങ്ങളായി ഇസ്രായേൽ മക്കളുടെ ചരിത്രത്തിൽ നിന്ന് നമ്മുടെ മുമ്പിൽ തെളിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഏതെങ്കിലും നിരാശയിൽ കൂടെ, ഏതെങ്കിലും പ്രയാസങ്ങൾ കൂടെ, ഏത് രോഗത്തിൽ കൂടിയായാലും, അതല്ല ശത്രുവാണ്, പിശാചാണ് എനിക്കെതിരെ നിൽക്കുന്നത് എന്ന് തോന്നിയാലും ഭാരപ്പെടേണ്ട കാര്യമില്ല. ഓടി ഈ കാൽവറിയുടെ ചുവട്ടിലേക്ക് ചെല്ലാം. ഹല്ലേലൂയ! കാൽവറി നമുക്ക് വേണ്ടി യാഗമായി തീർന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാം. ആ മുഖത്ത് നിന്ന് നമുക്കുള്ളതായ വിടുതലുകളുണ്ട്. ആ കാൽവറി ക്രൂശിലേക്കുള്ളതായ ദൃഷ്ടികളെ ഉയർത്തി ഇന്ന് രാത്രിയിൽ ആ ആശ്രയബോധത്തോടെ, ധൈര്യത്തോടെ ദൈവപാദപീഠത്തിലേക്ക് ചെന്ന് നമ്മുടെ ആവശ്യങ്ങളെ പറയാം. ഈ മരുഭൂയാത്രയിൽ, കർത്താവേ, എന്റെ യാത്രയിൽ ഈ എനിക്ക് തന്നിരിക്കുന്നതായ വാഗ്ദത്ത നിവർത്തീകരണം എന്നുള്ളതായ നിലയിൽ പ്രൈസലോനെ തിന്മയിൽ നിന്ന് വിടുവിച്ച് എന്റെ ജീവിതത്തിന്റെ വർത്തമാന കാലത്തെ പ്രയാസങ്ങൾ തരണം ചെയ്ത് വാഗ്ദത്ത നാട്ടിലേക്ക് എന്നെ എത്തിക്കുമെന്നുള്ളതായ വാഗ്ദത്തം നിറവേറണമേ എന്നുള്ളതായ പ്രാർത്ഥനയോടെ നമുക്ക് അടുത്ത് ചെല്ലാം. ഈ വചനങ്ങൾ ആ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുന്നു. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം.